നമസ്കാരം. ഇന്ന് ഒരു ലഞ്ച് ബോക്സ് ആണ് കേട്ടോ. പണ്ട് അമ്മ ഉണ്ടാക്കി തന്നിരുന്ന ഒരു മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പിയുണ്ട്. അതും പിന്നെ സിമ്പിളായിട്ടുള്ള പൊട്ടറ്റോ മെഴുക്കുവരട്ടിയും. അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ആദ്യം തന്നെ മുട്ട റോസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു മൺചട്ടി വെച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. അതിനുശേഷം ഒരല്പം വെളുത്തുള്ളി, ഒരു 3-4 കുട ഉണ്ടാവും കേട്ടോ. അതും ഒന്ന് വഴറ്റിയതിന് ശേഷം ഒരു 2 മീഡിയം സൈസ് സവാള, 2-3 പച്ചമുളക് ഇതെല്ലാം ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ നമ്മുടെ ഈ സവാള. അപ്പോൾ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. നല്ലൊരു ബ്രൗൺ കളറായിട്ട് വരണം കേട്ടോ. നല്ല മൊരിഞ്ഞോണം വരണം. പിന്നെ ഇനി ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്തെടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മസാല പൗഡർ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത് മല്ലിപ്പൊടിയാണ്. അതൊരു 1.5 ടീസ്പൂണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്തെടുക്കാം. അത് നമ്മുടെ എരിവിനനുസരിച്ചാണ് കേട്ടോ ചേർത്തെടുക്കേണ്ടത്. ഞാനിതിപ്പോൾ 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ. പിന്നെ വേണ്ടത് ഒരു ചെറിയ സൈസ് പുളി, അത് നന്നായിട്ട് പിഴിഞ്ഞിട്ട് അതും കൂടി ചേർത്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ തക്കാളി ഒന്നല്ല കേട്ടോ ചേർക്കുന്നത്, പുളിയാണ്. പണ്ട് കാലത്ത് അമ്മമാരൊക്കെ അങ്ങനെയല്ലേ ചെയ്തത്. അപ്പോൾ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഉപ്പാണ്. അതും ചേർത്തെടുത്ത് മുട്ട ഞാൻ നേരത്തെ പുഴുങ്ങി ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇതിൻ്റെ മേലയിൽ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ ഗ്രേവിയൊക്കെ ഒന്ന് മേലയിലേക്ക് ഒന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ മുട്ടക്കറിക്ക്. എന്നിട്ടൊന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് അങ്ങനെ ഇരിക്കണം. എന്നിട്ടാണ് കേട്ടോ നമുക്കിത് വിളമ്പേണ്ടത്. അപ്പോൾ നമ്മുടെ മുട്ടക്കറിയൊക്കെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഒരുപാട് ഗ്രേവി ഒന്നും ആയിട്ടല്ല കേട്ടോ, നല്ല പെരണ്ടാണ് ഇരിക്കുന്നത്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല സൂപ്പറാണ്. ഇനിയിപ്പോൾ അടുത്ത വിഭവമായ പൊട്ടറ്റോ മെഴുക്കുവരട്ടിയാണ് കേട്ടോ. ഇതുപോലെ ഒരു ചട്ടി വെച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. എന്നിട്ട് ചൂടായതിന് ശേഷം ഉള്ളിയും വെളുത്തുള്ളിയും അതോട് ചേർത്തെടുത്ത് കറിവേപ്പില ചേർത്തെടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കാം. അതിനുശേഷം 1.5 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഒരു 1/2 തക്കാളി അതോട് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ തക്കാളിയും ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊട്ടറ്റോ ചേർക്കാം. അപ്പോൾ ഞാൻ 3 മീഡിയം സൈസ് പൊട്ടറ്റോ ആണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ഒരല്പം വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് അടച്ചു വെച്ചാണ് കേട്ടോ ഞാനിത് വേവിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ. ഞാനൊരല്പം മാത്രമാണ് കേട്ടോ വെള്ളം ഒഴിച്ചെടുത്തിരിക്കുന്നത്. അതിൽ തന്നെ കിടന്ന് വേകണം, എന്നാലാണ് ഈ പൊട്ടറ്റോ മെഴുക്കുവരട്ടിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ പൊട്ടറ്റോ മെഴുക്കുവരട്ടി അടിപൊളി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലഞ്ച് ബോക്സിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന 2 റെസിപ്പികളാണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്ക്. ഇനിയിപ്പോൾ നമ്മുടെ ലഞ്ച് ബോക്സിലേക്ക് ഇത് വെച്ചെടുക്കാം. മുട്ട റോസ്റ്റും പിന്നെ നമ്മുടെ മെഴുക്കുവരട്ടിയും പിന്നെ മാങ്ങാ ചമ്മന്തിയും. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ വിഭവങ്ങൾക്കൊക്കെ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.